പോയില്ലടാ മൂട്ടപ്പൊടി എന്റെ ബാപ്പ ആയിന്റെ മക്കളെ. അല്ല മുട്ടാന്ന് വിരിഞ്ഞിട്ടില്ല. മനുഷ്യനെ കളിയാക്കാൻ നടക്കുക. നമ്മുടെ അന്തരം അല്ലേ? അതെ. ഇന്ന് പള്ളിക്കൂടം ഇല്ലേ? ഉണ്ടല്ലോ. എങ്ങടാ അവനിങ്ങനെ പരക്കം പാഞ്ഞ് പോണേ? ഇനി വല്ല കല്യാണക്കോളം ഉണ്ടോ? നമ്മുടെ കുറുപ്പ് മാഷിന്റെ വീട്ടിലേക്കാണോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് നേരത്തെ വന്നൂടെ? മനുഷ്യനെ ഇടങ്ങാറാക്കണം. സൈക്കിൾ ഓട്ടി ആളെ കാലിന്റെ മസിൽസ് കയറി. മാഷേ മാഷേ. ആ മാഷ് അമ്പലത്തിൽ പോയി. അപ്പം ടീച്ചറോ? ഇന്ന് 1-ാം തീയതി അല്ലേ? രണ്ടുപേരും കൂടെ പോയേക്കണേ. പടച്ചോനെ കെണിഞ്ഞോ? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ഉണ്ടാവും. ഏതമ്പലത്തിലേക്കാ പോയത്? പാട്ടുപുരക്കിലേക്കാ. ഓഹോ. അവിടുന്ന് മുച്ചിലോട്ടുകാവിലേക്ക് പോകും. അത് കഴിഞ്ഞ് അയ്യപ്പൻ കോവിൽ പോകും. പിന്നെ നെല്ലിക്കാവ് അമ്പലത്തിലേക്ക്. അല്ല അതും കൂടി അല്ല ഇവിടെ ബാക്കിയുള്ളൂ. ഏര വിട്ടു പോവില്ല. എന്താ എത്ര അത്യാവശ്യം? അത്യാവശ്യം പറഞ്ഞാൽ നീ നടത്തി തരുമോ? എന്തൊരു ചരക്ക്. അത്യാവശ്യമായിട്ട് ഒരാൾ അന്വേഷിച്ചു വന്നാൽ ഒരു 120 അമ്പലത്തിന്റെ ലിസ്റ്റാ. അല്ലതില്ല. തിരുമേനി കുർബാസും ടീച്ചർ ഇങ്ങോട്ട് വന്നോ? തൊഴുതു മടങ്ങിയല്ലോ. പടച്ചോനെ കുടുങ്ങിയോ? എവിടക്കാ പോയെന്നറിയോ? പാട്ടുപുരയ്ക്ക് നോക്കിയോ? ഇവിടെയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഭജനമടത്തിൽ നോക്കിയോ? ഭജനമടോ? അങ്ങനെയുണ്ടോ അമ്പലം? അതെവിടെ? നാണിച്ചാക്കാരുടെ വീടിന്റെ പടിഞ്ഞാറ് പറമ്പിനപ്പുറത്താ. ഓഹോ. ഈയിടെ പുനഃപ്രതിഷ്ഠിച്ചതാ. നീലകണ്ഠനാ പ്രതിഷ്ഠ. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു അമ്പലത്തിൽ ഇരുന്നൂടെ? എന്നാ നമ്മൾ ഇങ്ങനെ കയറി ചിറ്റണം. ഞാൻ ഉരുണ്ടു ഇവിടത്തെ കോൺക്രീറ്റ് വരെ തേഞ്ഞു. നീ എന്നോട് ദയ കാണിക്കില്ലേ? നിലവിളക്കിന്റെ അടുത്ത് എത്തിയ കുഞ്ഞലക്ഷ്മി. ഭഗവാൻ രക്ഷിക്കണേ. ഒരു കുഞ്ഞുകാലി കാണിച്ചു തരണേ. മാഷ് വിളിച്ചോ? ഞാനും കേട്ടു. നീ കേട്ടാ? ഞാൻ കേട്ടു. വിളിയാക്കണ ദൈവമാണെന്ന് തിരുമേനി പറഞ്ഞത് സത്യാണ്. മുട്ടപ്പൊടി നിന്നെ നിങ്ങൾ എന്ത് പണിയാന്ന് കാണിക്കണേ? നിങ്ങളെ തരാത്തൊരു സ്ഥലം ബാക്കിയില്ല. തെരയാനെന്താ? ഞങ്ങളുടെ കുഴിച്ചിട്ടിരിക്കുക. താൻ എന്ത് തെമ്മാടിത്തോടോ കാണിച്ചേ? ഇവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. നമ്മളതിന് അഹിന്ദു മുസ്ലിം അല്ലേ? ഓ എടോ കഴുതി, അത് തന്നെ ഞാൻ പറയണേ. വേഗം പുറത്തിറങ്ങാൻ. എടോ പുറത്തിറങ്ങാൻ. ആരെങ്കിലും കണ്ട തന്നെ കൊന്നു കുഴിച്ചു മൂടും. നമ്മളെ കൊന്നിട്ടല്ല കുഴിച്ചു മൂടുക. നിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടാൻ അവിടെ ആള് റെഡി ആയിരിക്ക. ആര്? സ്കൂളിൽ ഡിഒ വന്നിട്ടുണ്ട് മാസ്റ്റർ. എന്റെ ഈശ്വര. സ്കൂൾ നടത്തുമ്പോ അതിന്റേതായ ഉത്തരവാദിത്വം വേണം. വർക്ക് ചാർട്ട് ചെയ്യാൻ പോലും ഇവിടെ ഒരാളില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സർക്കാരിന് എഴുതി കൊടുക്കണം. അല്ലാതെ സ്വന്തം സ്കൂളാന്ന് കരുതി തന്നിഷ്ടത്തിന് നടത്താൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ടാ. എന്താ 1-ാം തീയതി എന്തോ ആകാന്നാണോ? അതുകൊണ്ടല്ല. എല്ലാ 1-ാം തീയതി ഞങ്ങൾക്ക് അമ്പലത്തിൽ ചില വഴിപാടുകളുണ്ട്. കുട്ടികളില്ലാത്തോണ്ട്. കുട്ടികളില്ലാത്ത ഡിവിഷൻ ഞാൻ കട്ട് ചെയ്യും. ഇതൊക്കെ അഡ്മിഷൻ സമയത്ത് നോക്കേണ്ട കാര്യങ്ങളാ. അല്ലാതെ വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല. സ്കൂളിലെ കുട്ടികളുടെ കാര്യമല്ല, അത് ആവശ്യത്തിനുണ്ട്. ഞങ്ങളുടെ സ്വന്തം കാര്യ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള കൊതി കൊണ്ടാ. ഞങ്ങളെ അനുവദിക്കില്ലേ? ഇതിന് വല്ല ഹോസ്പിറ്റലിലും പോയി ചെക്കപ്പ് നടത്തണം. കുഴപ്പം ആർക്കാണെന്ന് അറിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നല്ലേ ഉള്ളൂ. ചെക്കപ്പൊക്കെ നടത്തിയതാ. കുഞ്ഞലക്ഷ്മി, എന്താ അത്? കൊച്ചുകുട്ടികളെ പോലെ. എന്റെ കുഴപ്പം കൊണ്ട് മാഷക്ക് ഇങ്ങനൊരു നിർഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുത്തൂടെ? അത് പറഞ്ഞു ഞാൻ തോറ്റു. കേൾക്കണ്ടേ? വേണ്ട. അങ്ങനെ വല്ലവരുടെയും കുട്ടികളെ എടുത്ത് വളർത്താൻ എനിക്കിഷ്ടമില്ല. എങ്കിൽ പിന്നെ മാഷെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കും. തൽക്കാലം നടപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിന്റെ പേരിൽ സ്കൂളിന്റെ ഡിസിപ്ലിൻ നശിപ്പിച്ചാൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. കമോൺ, എനിക്ക് ക്ലാസ്സുകളൊന്നും ചെക്ക് ചെയ്യണം.
മാഷെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കും. 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 മാഷെ കൊണ്ട് വേറൊരു വിവാഹം ദേ, ആ, എന്ത് തീരുമാനിച്ചു? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ എന്താ ഈ പറയണേ? വേണ്ട, അങ്ങനൊരു കുഞ്ഞിക്കാൽ ഇവിടെ വേണ്ട. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാന്ന് വെച്ചിട്ടാ? ദേ, അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. വാഴപ്പള്ളിക്കലെ ആ തിരുമേനിക്ക് 2 ഭാര്യമാരില്ലേ? അവരെന്ത് സന്തോഷമായിട്ടാ കഴിയണേ? ഓ, എന്തിനാ വാഴപ്പിള്ളിക്ക് കെട്ടിയിരിക്കണേ? ഈ പടിഞ്ഞാറയിലെ ഹംസക്കോയ്ക്ക് ഇല്ലേ 2 ഭാര്യമാര്? വെട്ടും കുത്തും ഒഴിഞ്ഞിട്ടുള്ള നേരണ്ടോ അവിടെ? എന്നെ മനസമാധാനമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ എന്റെ കുഞ്ഞുലക്ഷ്മി? വലിയ ശല്യായില്ല എന്റെ ഈശ്വര. ഇത് മോനെ. ചൊറിയൻ ചേമ്പ് തിന്നിട്ടുണ്ടെന്ന് തോന്നണേ. എന്ത്? അതാ ഈ വായിൽ ഈ ചൊറിച്ചില്. ഈ പെണങ്ങല്ലേ എന്റെ പൊന്നെ? ദേ, ഞാൻ പറയണ ഒന്ന് കേക്കൂ. പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ദേ കുഞ്ഞുലക്ഷ്മി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. എന്റെ ഈശ്വര, ആ ഡിയോ എന്ന് പറഞ്ഞവന്റെ വായന എന്തിനാ ഇങ്ങനെ ഒരു ഐഡിയ തള്ളിവിട്ടത്? ഓ, നീ അല്ലാതെ വേറൊരുത്തിയെ കുറിച്ച് സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്റെ കുഞ്ഞുലക്ഷ്മി. നീ പോയി മരുന്ന് കഴിച്ച് കിടന്നുറങ്ങ്. ആ, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളോ? ഏതാള്? കുഞ്ഞുലക്ഷ്മി ടീച്ചർ എന്ന അഡ്രസ് ഉണ്ടായിരുന്നെങ്കിലും ആളെ കണ്ടുപിടിക്കാൻ ഒത്തിരി ഒന്ന് കറങ്ങി. പിന്നെ അന്തരം ഒരു കാര്യം ഏറ്റെടുത്താൽ എന്തടങ്ങാറുണ്ടെങ്കിലും അത് നടത്തുന്ന അറിയാലോ. വരി. അമ്മാവനാ? തന്റെയോ? ഛീ, ഞാൻ സരസ്വതിയുടെ അമ്മാവനാ. ഏത് സരസ്വതി? വേറെ ഒന്നും തോന്നരുത്, അവളെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാമൂലുകളൊന്നും വേണ്ടെന്ന് കുഞ്ഞുലക്ഷ്മി ടീച്ചർ പറഞ്ഞോണ്ടാ. സരസ്വതി, ഒരാളെ വേണമെന്ന് പറഞ്ഞത് നേരാ. ഞാൻ പറഞ്ഞില്ലേ? ഒരുപാട് അപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആട്ടെ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് എത്ര കാലായി? ഇതിനൊക്കെ എന്റെ ട്രെയിനിങ്. മാഷക്ക് സംഗതി പിടിയിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. മാഷ് തോന്നട്ടെ. ഒന്നും പറയണ്ട, ഇതൊക്കെ ദൈവനിശ്ചയാന്ന് കണക്കാക്കിയാ മതി. താൻ എന്തിനാ നീ മണവാളിനെ കൈമ കൊണ്ടുപോണത്? എന്റെ കൈമെന്ന് പറയാ. ഇത് ഏതാ ഈ പാർട്ടി? എനിക്ക് മനസ്സിലായില്ല. മാഷക്ക് ആളിഷ്ടായോ? അയാൾ എന്തിനാ ഞാൻ ഇഷ്ടപ്പെടണേന്ന്? അയ്യേ ചി, അയാളല്ലാന്ന്, അയാളെ കൂടെയുള്ള പെണ്ണിന് ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടാൽ എന്താ? താൻ എനിക്ക് കെട്ടിച്ചു തരുമോ? തരൂ, കെട്ടിച്ച് തരൂന്ന്. ഒരച്ഛനാവാൻ പറ്റാത്തോണ്ടുള്ള മാഷ വിഷമം 4 മക്കളിലേക്ക് നന്നായിട്ട് അറിയാം മാഷെ. തനിക്ക് നല്ല വിഷമുണ്ട് അല്ലേ? പിന്നെ കരണില്ലാന്നുള്ളൂ. കരയിക്കും ഞാൻ. എടോ, തന്റെ ബ്രോക്കർ പണിയൊക്കെ സ്കൂളിന്റെ പുറത്തെടുത്താ മതി. മക്കൾക്ക് അച്ഛനില്ലാത്തതിന്റെ വിഷമം തന്റെ കെട്ടിയോൾ അനുഭവിക്കും. അത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടില്ലത്? ഈ തിങ്ങൾ ഞാൻ എന്താ ചെയ്യണ്ടേ? കൊണ്ടുപോയി കുഴിച്ചു മൂടറോ. അപ്പൊ കുഞ്ഞുലക്ഷ്മി ടീച്ചറോട് ഞാൻ എന്ത് പറയും? വലിയ വികാരം ഒന്നും താൻ കൊള്ളണ്ട. അവളുടെ ഭർത്താവ് ഞാനാണ്. അവളുടെ എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. ആലോചിച്ച് നിൽക്കാണ്ട് പോട മൂട്ടെ. ആങ്ങളമാർക്ക് പെണ്ണന്വേഷിക്കുന്ന പെങ്ങന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾക്ക് പെണ്ണന്വേഷിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് പെണ്ണന്വേഷിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടിയ നിങ്ങളെ ഭാഗ്യാന്ന് കൂട്ടിയാ മതി. ഇവിടെ ബാക്കിയുള്ളവർക്ക് രണ്ടാമതൊന്നും കേട്ടാൽ കയ്യും കാലും പിടിച്ചിട്ട് സമ്മതിക്കില്ല. ആർക്കാ? ആർക്ക്? എനിക്ക് തന്നെ. ഒറ്റ ചവിട്ട് വെച്ചെന്നാണ്ടല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന. തന്റെ അധിക പ്രസംഗം ഇവിടെ വേണ്ട. എന്ന് പറഞ്ഞ സരസ്വതിന്റെ അമ്മാവിന്റെ ഇടയിൽ ആരെയും ഞാനല്ലേ? തനിക്കിത് പോരാ. സ്കൂളിൽ വെച്ചായത് തന്റെ നല്ല കാല. എനിക്ക് 2-3 പ്രാവശ്യം ചൊറിഞ്ഞു വന്നതാ. എന്തിന്? 2 പൊട്ടിക്കാൻ. ഇവള് ജീവിച്ചിരിക്കുമ്പോ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കാണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നിടോ? എന്ന് വെച്ചാ കുഞ്ഞുലക്ഷ്മി ടീച്ചർ മരിക്കണം എന്നാ മാഷ് പറയുന്നത്? എന്റെ ഭഗവാനെ, അത് ശരി, ഇതാണല്ലേ ഉള്ളിലിരിപ്പ്. ഞാൻ ജീവിച്ചിരിക്കണോണ്ടാ കുഴപ്പമില്ലേ? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ അതീ പിടിച്ച് കേറി. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിക്കണോ ഇല്ലേ? ഞാൻ പറയണതൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. കുറെ കാലമായി ഞാനിത് കാണുന്നു. എന്നെ മാഷക്ക് ഒരു വിലയും ഇല്ല.
നിനക്ക് തരാട്ടോ. സരസ്വതി പറഞ്ഞു വിട്ടത് ഞാനാ. അവളെ ആക്ഷേപിച്ച് വിട്ടത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യ. വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ, ഞാനങ്ങ് മാറിത്തരാം. എന്റെ ഈശ്വര, ഇത് എന്തൊരു ശാപത്. ആ, ഞാൻ മാഷക്കൊരു ശാപ. ഞാൻ മരിക്കുന്നതോടെ എല്ലാ ശാപങ്ങളും. എന്നാ നീ പോയി മരിക്കി. ഞാൻ പോയി മരിക്കും. എടി മരിക്കാൻ. ഞാൻ മരിക്കും. എടി മരിക്കാൻ. ഇനി എന്നെ കാണില്ല. നീ പോയി മരിക്ക്. ആ, ചെല്ല്, എന്നാ ഞാനിപ്പോ ചെല്ല്. കാണിച്ചു തരാം. മാഷെ, ഞാനിപ്പോ പോകും. നീയും മരിക്കടാ. എന്തിനാ? നീയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇയാള് മാഷെ, അല്ലാ ചതിച്ചോ. ടീച്ചറെ, വിജയലക്ഷ്മി ടീച്ചറെ, 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 കുലുമാലൊന്നും ഉണ്ടാക്കല്ലേ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പഠിച്ചോനെ, ഇവിടെ ഒരു ജനവാതിലും ഇല്ലല്ലോ. ടീച്ചറെ, വാതിൽ ഉറക്കിയത് ടീച്ചർ സ്റ്റൂൾ എടുത്ത് വെച്ച് കയറണം. എവിടെ? ദാ പുറകില് ജനലിൽ കൂടി കാണാം. ഇന്റെ അല്ലോ, ഇവിടെ വരും. മോന്തത്തിരിക്കും ഞാൻ. മാഷെ, ടീച്ചർ സ്റ്റൂൾ കയറി. അതിന് ഞാൻ എന്ത് വേണം? തലകുത്തി നിൽക്കണോ? തന്നെ കാര്യം നോക്കി പോടോ. മരം പോലത്തെ മനുഷ്യന്മാർ. ടീച്ചറെ, അയ്യോ, അവിടെ ഒന്നും കാണിക്കില്ലേ. ടീച്ചറെ, അവിടെ ഒന്നും ഉണ്ടാക്കല്ലേ. നിങ്ങൾ പോയിട്ട് ആൾക്കാരെ വിളിച്ചോണ്ടാ. കൊടുക്ക, നമ്മൾ സത്യം പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. അപ്പൊ ശരി, പോയിക്കോ. ടീച്ചറെ, ബുദ്ധിമോശമൊന്നും കാണിക്കരുതേ. മാഷേ, 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 ടീച്ചർ സാരി വെച്ചിട്ട് അത് ശരി. ഷർട്ടിൽ പിടി മാഷേ. അപ്പൊ ടീച്ചർ സാരി അയക്കുന്നത് കാണാൻ നീ ഇവിടെ കിടന്ന് ചുറ്റി തിരിയുന്നല്ലേ? ഇതല്ല, സാരി വെച്ച് ഫാനിൽ കുറുക്കിട്ട് കെട്ടി തൂങ്ങാൻ പോകും. എന്റെ ഈശ്വര, പേരും വിളിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഉള്ള അമ്മ ഇങ്ങനെ തന്നെയാ. കുഞ്ഞലക്ഷ്മി, ദേ, കുഞ്ഞലക്ഷ്മി, എന്താ നീ ഈ കാണിക്കണേ? ഞാൻ എന്ത് തെറ്റാ? മാഷേ, നിങ്ങളിത് കാണുന്നില്ലേ? ഒറ്റ വീക്ക് വെച്ച് എന്നാലുണ്ടല്ലോ, കാണാതിരിക്കാൻ ഞാൻ എന്താ കണ്ണുപൊട്ടല. എന്റെ പൊന്നു കുഞ്ഞലക്ഷ്മി, നീ അപകടമൊന്നും കാണിക്കില്ലേ? ദേ, എന്റെ കുഞ്ഞലക്ഷ്മി, നീ സ്റ്റൂളുമേ ഇറങ്ങ്. കുഞ്ഞലക്ഷ്മി, നീ സ്റ്റൂളുമേ ഇറങ്ങാൻ. എപ്പോഴാ മരിച്ചേ? ഒരാഴ്ച, ഇന്ന് 7 വല്ലതും നോക്കിയിട്ട് പോകണം. ഒന്ന് പോയാലോ? കുഞ്ഞലക്ഷ്മി, മാഷ് പറയും പോലെ ചെയ്യും ടീച്ചറെ. ഞാനിപ്പോ എന്താ വേണ്ടേ? നീ പറയും പോലെ ചെയ്യാം. ആരെ വേണമെങ്കിലും കെട്ടാം, എത്ര വേണമെങ്കിലും കെട്ടാം. നെല്ലികാവിലെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യും. ടീച്ചർ പറയും പോലെ ചെയ്യും. കുഞ്ഞലക്ഷ്മി, സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പറയും മാഷേ. പൊന്നു മാഷേ, കുഞ്ഞലക്ഷ്മി, ഒന്ന് സത്യം ചെയ്തു തുടങ്ങി. നെല്ലിക്കാവിൽ അമ്മയാണ്, ഈ നാട്ടുകാരാണ്. ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടാം. സത്യം, സത്യം.